മക്കളെ, ഇന്ന് നമുക്ക് +1 ഹിന്ദി പഠിക്കാം. ഇതിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതൊരു കവിതയാണ്. കവിതയുടെ പേര് നിർജർ. രാംകുമാർ വർമ്മയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കുട്ടികൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. +1 ക്ലാസ് തുടങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ദിൽ മിലൻ ചാത്താ ഹേ ചുനൗത്തി രാഹ് ബൻ ജാത്തി ഹേ സുനേം ചുനൗത്തി ബരാ ഏക് സഫർ. നിങ്ങളുടെ കവിത തുടങ്ങുന്നതിന് മുമ്പായിട്ട് 2 വരി നിങ്ങൾ കണ്ടല്ലോ, മുകളിലായിട്ട് 2 വരി കണ്ടില്ലേ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം, മിലൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ചാത്താ ഹേ ആഗ്രഹിക്കുക. അപ്പോൾ ഹൃദയങ്ങൾ ഒന്നിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചുനൗത്തി രാഹ് ബൻ ജാത്തി ഹേ. ചുനൗത്തി എന്ന് പറഞ്ഞാൽ വെല്ലുവിളി, രാഹ് വഴി, ബൻ ജാത്തി ഹേ ഉണ്ടാക്കുന്നു, വഴികൾ ഉണ്ടാക്കുന്നു. അതായത് ഹൃദയങ്ങൾ ഒന്നിക്കാൻ ആഗ്രഹിക്കുമ്പോൾ വെല്ലുവിളികൾ പോലും എന്തായി തീരുന്നു? വഴി തെളിയിക്കുന്നു, വഴിയായിട്ട് തീരുന്നു. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് വെല്ലുവിളിയെയും നമ്മൾ അതിലേക്കുള്ള വഴിയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എന്താണോ നേടേണ്ടത് അത് നേടാനുള്ള വഴിയായിട്ട് അതിനെ കണ്ടുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുമെന്നാണ് പറയുന്നത്? അത് നേടിയെടുക്കും എന്നാണ് നമ്മുടെ മനസ്സ് ആഗ്രഹിച്ച, അല്ലേ? ചുനൗത്തി ബരാ ഏക് സഫർ. അതുപോലെ തന്നെ ഇവിടെ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ചുനൗത്തി ബരാ ഏക് സഫർ, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യാത്ര. സുനേം, കേൾക്കൂ. നിങ്ങൾ എന്താണ് ഇനി കേൾക്കാൻ പോകുന്നത് ഈ കവിതയിലൂടെ? വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യാത്രയാണ് നമ്മൾ ഈ കവിതയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ കവിതയിൽ കവി പറയുന്നത് വളരെയധികം പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തടസ്സങ്ങളും എല്ലാം മുന്നിലുണ്ടെങ്കിലും നേടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റും. ഏതൊരു വെല്ലുവിളിയും അതിലേക്കുള്ള വഴി തുറക്കും. നമുക്ക് വെല്ലുവിളികളൊക്കെ നമ്മൾ വഴിയായി സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ നേട്ടം കരസ്ഥമാക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് വരാം. നിർജർ എന്നാണ് നിങ്ങളുടെ കവിതയുടെ പേര്. നിർജർ എന്ന് പറഞ്ഞാൽ അരുവി എന്നർത്ഥമുണ്ട്. ജർന, അരുവി. നിർജർ എന്ന് പറഞ്ഞാൽ അരുവി എന്നർത്ഥമുണ്ട്. വെള്ളച്ചാട്ടം എന്നർത്ഥവുമുണ്ട്. ഇവിടെ വെള്ളച്ചാട്ടമാണ് കാണിക്കുന്നത്. ഓക്കെ, ചിത്രത്തിൽ നമ്മൾ അരുവി ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം, അല്ലേ? വെള്ളച്ചാട്ടമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അരേ നിർജൻ വനിക്ക് നിർമ്മൽ നിർജർ. അരേ, അല്ലയോ, നിർജൻ വനിക്ക്, നിർജനമായ, ജനങ്ങളില്ലാത്ത, ആളുകളില്ലാത്ത വനത്തിലെ നിർമ്മൽ നിർജർ, നിർമ്മലമായ വെള്ളച്ചാട്ടമേ, അല്ലയോ അരുവി, അല്ലെങ്കിൽ അല്ലയോ വെള്ളച്ചാട്ടമേ, നിർമ്മലമായ വെള്ളച്ചാട്ടമേ. എങ്ങനെയുള്ള? നിർജ്ജനമായ വനത്തിലെ, ഒരാളുകൾ പോലുമില്ല, നിർജ്ജനമാണ് വനം, അല്ലേ? അവിടെ പക്ഷികളും മൃഗങ്ങളും അതുപോലെ തന്നെ മരങ്ങളൊക്കെയാണ്. അത് അവിടെ ജനങ്ങളില്ലാത്ത നിർജ്ജനമായ വനത്തിലെ നിർമ്മലമായ വെള്ളച്ചാട്ടമേ. ഇസ് ഏകാന്ത് പ്രാന്ത് പ്രാഗൺ മേം. ഈ ഏകാന്തമായ പ്രാന്ത് പ്രാഗൺ, ഈ ഏകാന്തമായ പ്രദേശം മുഴുവൻ. പ്രാന്ത് പ്രാങ്കൺ എന്ന് പറഞ്ഞാൽ ഈ ഏകാന്തമായ പ്രദേശം മുഴുവൻ. കിസേ സുനാത്തെ സുമധുർ സ്വർ. കിസേ, ആരെയാണ്? സുമധുർ സ്വർ സുനാത്തെ, നീ ആരെയാണ് ഈ സുമധുരമായ, വളരെ മനോഹരമായ, മധുരമായ സംഗീതം കേൾപ്പിക്കുന്നത്? അവിടെ ആരില്ല കേൾക്കാൻ വേണ്ടിയിട്ട്? ആരും ജനങ്ങളൊന്നും ഇല്ല, അല്ലേ? ഈ വിജനമായിട്ടുള്ള, ജനങ്ങളില്ലാത്ത ഈ പ്രദേശത്ത് നീ ആരെയാണ് ഈ സുന്ദരമായ സംഗീതം കേൾപ്പിക്കുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. അരേ നിർജൻ വനക്കേ നിർമ്മൽ നിർജർ. അല്ലയോ നിർജ്ജനമായ വനത്തിലെ നിർമ്മലമായ വെള്ളച്ചാട്ടമേ. അതായത് അരുവി ഒഴുകി വരുന്ന സമയത്ത്, വെള്ളച്ചാട്ടം അങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് കളകള ശബ്ദങ്ങൾ ഉണ്ടാവും, അല്ലേ? ശബ്ദങ്ങളോട് കൂടിയിട്ടാണ് അരുവി ഇങ്ങനെ ഒഴുകുക.
അരുവി ഒഴുകുന്നതിൻ്റെ അടുത്ത് ചെന്നിരുന്നാൽ എന്താണ് ശബ്ദം അങ്ങനെ കേൾക്കും. വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം, കല്ലിൽ തട്ടി തടഞ്ഞിങ്ങനെ ഒഴുകുന്നതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു സംഗീതമായിട്ടാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ കവി ചോദിക്കുകയാണ്, നീ ആരെ കേൾപ്പിക്കുവാനാണ് ഈ സംഗീതം ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് പോകുന്നത്? സംഗീതം ആലപിച്ചുകൊണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പന ഊഞ്ചാ സ്ഥാൻ ത്യാഗക്കർ, നിന്റെ ഊഞ്ചാ സ്ഥാൻ ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വരികയാണ് അല്ലേ വെള്ളച്ചാട്ടം. അപ്പം നിന്റെ ഉയർന്ന സ്ഥലം, എല്ലാവരും ഉയരം കരസ്ഥമാക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. പക്ഷെ വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നു? ഊഞ്ചാ സ്ഥാൻ ഉയർന്ന സ്ഥാനം ത്യാഗക്കർ ത്യജിച്ചിട്ട് ക്യോം കർത്തേ ഹോ അധപ്പതൻ, തും ക്യോം അധപ്പതൻ കർത്തേ ഹോ, നീ എന്താണ് ഇങ്ങനെ അധപ്പതിക്കുന്നത്, താഴോട്ടേക്ക് പതിക്കുന്നത്? നിന്റെ മുകളിലുള്ള സ്ഥാനം, ഉയർന്ന സ്ഥാനം ഉപേക്ഷിച്ച് നീ സ്വയം ഇങ്ങനെ താഴോട്ടേക്ക് പതിക്കുന്നത് എന്തുകൊണ്ട്? എന്തിനാണ് നീ അങ്ങനെ പതിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. കോൻ തുമാരാ വഹ് പ്രേമി ജിസേ ഗോജ്തേ ഹോ വൻ വൻ, നീ ആരെയാണ് അന്വേഷിക്കുന്നത് ഈ വനാന്തരങ്ങളിൽ? വൻ വൻ എന്ന് പറഞ്ഞാൽ വനങ്ങൾ തോറും, വനാന്തരങ്ങളിൽ. ഗോജ്ന അന്വേഷിക്കുക, ജിസ്സെ യാതൊന്നിനെയാണോ നീ ഈ വനാന്തരങ്ങളിൽ അന്വേഷിക്കുന്നത്? കോൻ തുമാരാ വഹ് പ്രേമി ഹേ, കോൻ എന്ന് പറഞ്ഞാൽ ആര്, വഹ് തുമാരാ പ്രേമി ഹേ, ആ പ്രേമി നിന്റെ ആരാണ്? നിന്റെ പ്രേമിയാണോ? നീ സ്നേഹിക്കുന്ന പ്രേമിയാണോ? നീ ആരെയാണ് ഈ വനാന്തരങ്ങളിൽ തിരയുന്നത്? നീ അന്വേഷിക്കുന്ന ആ പ്രേമി കോൻ ആരാണ്? തുമാരാ വഹ് പ്രേമി കോൻ ഹേ എന്ന് ചോദിക്കുകയാണ്. നീ അന്വേഷിക്കുന്ന ആ പ്രേമി കോൻ ആരാണ്? തുമാരാ വഹ് പ്രേമി കോൻ ഹേ, നീ അന്വേഷിക്കുന്ന ആ പ്രേമി ആരാണ് എന്ന് ചോദിക്കുന്നു. വിരഹ് വ്യതാമേം അശ്രു ബഹാക്കർ, വിരഹവേദനയാൽ, വിരഹവേദനയാണ്, കാണാൻ പറ്റാത്ത വിരഹവേദനയാൽ അശ്രുബഹാക്കർ, കവി പറയുന്നത് എന്താണ്? ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പം നീ എന്താണ് ചെയ്യുന്നത്? നീ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട്, വിരഹവേദനയാൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട്, ജലമൈക്കർ ഡാല സബ് തൻ, ജലമയമാക്കിയിരിക്കുന്നു, സബ് തൻ, തൻ പറഞ്ഞ ശരീരം, നിന്റെ ശരീരം മുഴുവൻ നീ ജലമയമാക്കിക്കൊണ്ട്, വിരഹവേദനയിൽ കണ്ണുനീർ വാർത്തുകൊണ്ട്, ക്യാ ദോനേക്കോ ചലേ സ്വയം, ക്യാ ദോന പറഞ്ഞ കഴുകുക, ചലേ സ്വയം നീ സ്വയം എന്ത് കഴുകാനാണ് പോകുന്നത്? അവിദിത് പ്രേമിക്കെ പത് രജ് കരൺ, അവിദിത് പറഞ്ഞ അറിയാത്ത, അറിയപ്പെടാത്ത, പ്രേമിക്കെ പ്രേമിയുടെ, പത് രജ് കൺ, പത് പറഞ്ഞ കാല്, കാലിലെ രജ് കൺ പാദത്തിലുണ്ടാകുന്ന ധൂളി, പൊടി, പാദത്തിലെ ധൂളി പൊടി കഴുകാനാണോ നീ പോകുന്നത്? നിന്റെ അറിയപ്പെടാത്ത പ്രിയന്റെ പാദധൂളി കഴുകുവാനാണോ നീ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് കവി ചോദിക്കുകയാണ്. ലഘു പാഷാണോക്കെ ടുക്കടേ ബി, ലഘു പറഞ്ഞ ചെറിയ, പാഷാണം എന്ന് പറഞ്ഞാൽ ഇവിടെ കല്ലുകൾ എന്നാണ് പറയുന്നത്, കല്ലിന്റെ കഷ്ണങ്ങൾ, ടുക്കടേ പറഞ്ഞ കഷ്ണം. പാഷാണോക്കെ ടുക്കടേ, ചെറിയ കല്ലിന്റെ കഷണങ്ങൾ, ബി കൂടി, ചെറിയ കല്ലിന്റെ കഷണങ്ങൾ കൂടി. തുംകോ ദേത്തേ ഹേ ടോക്കർ, തുംകോ ടോക്കർ ദേത്തേ ഹേ, നിനക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ചെറിയ കല്ലിന്റെ കഷണങ്ങൾ കൂടി എന്താണ് ചെയ്യുന്നത്? നിനക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. ടോക്കർ ദേത്തേ ഹേ, നിനക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ഷൻ ബർ ഹി അവിജൽ ഹോക്കർ, അങ്ങനെ കല്ലിന്റെ കഷ്ണങ്ങൾ തടസ്സമായിട്ട് നിൽക്കുമ്പോൾ അതിൽ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് തട്ടിയാൽ എന്താണ്, പെട്ടെന്ന് അങ്ങോട്ട് ഒഴുകി പോരാൻ പറ്റില്ല, കുറച്ച് സമയത്തേക്ക് ചലിക്കാൻ പറ്റാതെ നിൽക്കൂലേ, അവിജൽ, ഒരു നിമിഷ നേരത്തേക്ക്, കുറച്ച് സമയത്തേക്ക് അവിജൽ ഹോക്കർ. അപ്പൊ എന്താ കവി പറയുന്നത്? നിന്നെ ചെറു കല്ലുകളും പാറക്കഷണങ്ങളും ഒക്കെ നിന്നെ തടഞ്ഞു നിർത്തുന്ന സമയത്ത് ക്ഷണബർ നിമിഷ നേരത്തേക്ക്, അവിജൽ ഹോക്കർ ചലിക്കാതെ നിന്നിട്ട്, കമ്പിത് ഹോത്തേ ഹോ ഗതി ഹോക്കർ, നീ എന്ത് ചെയ്യുന്നു? ഗതി ഗോക്കർ, ഗതി പറഞ്ഞാൽ വഴി,
ഗോക്കർ നഷ്ടപ്പെട്ടിട്ട്, കമ്പിത് ഹോത്തേഹോ കമ്പനം ചെയ്യാൻ വിറയ്ക്കുക. നീ ഇങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് കല്ലിന്റെ കഷ്ണങ്ങളൊക്കെ നിനക്ക് തടസ്സമായി നിൽക്കുമ്പോൾ കുറച്ചു സമയത്തേക്ക് ചലിക്കാൻ പറ്റാതെ ഗതി നഷ്ടപ്പെട്ട് നീ വിറകൊള്ളുന്നു. ആ സമയത്ത് ലഘുലഹരോം കെ കമ്പിത് കർസേ, ലഘുലഹരോം, ലഘു ചെറിയ തിരമാലകൾ, വെള്ളത്തിന്റെ തിരമാലകൾ, ലഘുലഹരോം കമ്പിത് കർസേ കമ്പനം കൊള്ളുന്ന കൈകളാൽ, കമ്പിത് വിറയ്ക്കുന്ന കരങ്ങളാൽ, കമ്പിത് കർസേ വിറയ്ക്കുന്ന കരങ്ങളാൽ, വിറയ്ക്കുന്ന കൈകളാൽ, കർത്തേ ഉത്സുക് ആലിംഗൻ എന്ത് ചെയ്യുന്നു? ആ ഉത്സാഹത്തോടു കൂടി, വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആലിംഗനം ചെയ്യുന്നു. കർത്തേ ഉത്സുക് ആലിംഗൻ, ആകാംക്ഷയോടെ ആലിംഗനം ചെയ്യുന്നു. കോൻ തുമേ പദ് ബദലാത്താ ഹേ, മൗൻ ഗഡേ ഹേ സബ് തരുഗൺ. കോൻ തുമേ പദ് ബദലാത്താ ഹേ, തുമേം കോൻ പദ് ബദലാത്താ ഹേ, നിനക്ക് ആരാണ് വഴി കാണിക്കുന്നത്? നിനക്ക് വഴി കാണിക്കുന്നത് ആരാണ്? കോൻ തുമേം പദ് ബദലാത്താ ഹേ, കോൻ തുമേം പദ് ബദലാത്താ ഹേ, ആരാണ് നിനക്ക് വഴി കാണിക്കുന്നത്? ആരോ വഴി കാണിച്ചതുപോലെ വേഗം ഒഴുകി ഒഴുകി പോവാണല്ലേ. അപ്പം കവി ചോദിക്കുന്നു, നിനക്ക് ആരാണ് വഴി കാണിക്കുന്നത്? നീ ഒരു തടസ്സവുമില്ലാതെ തടസ്സങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് മുമ്പോട്ടേക്ക് കുതിച്ചു പോവുകയാണ്. അപ്പോൾ നിനക്ക് ആരാണ് ഇങ്ങനെ വഴി കാണിച്ചു തരുന്നത്? മൗൻ ഗഡേഹേ സബ് തരുഗൺ, കവി പറയുന്നു മൗൻ ഗഡേഹേ മൗനമായി നിൽക്കുകയാണ്, സബ് തരുഗൺ എല്ലാ വൃക്ഷക്കൂട്ടങ്ങളും, തരുഗൺ, തരു പറഞ്ഞാൽ വൃക്ഷം, ഗൺ കൂട്ടം, എല്ലാ വൃക്ഷക്കൂട്ടങ്ങളും മൗനമായി നിൽക്കുന്നു. കവി നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്? അരുവി ഒഴുകി ഒഴുകി ആരോ വഴി കാണിച്ചു കൊടുത്തതുപോലെ, വഴി പറഞ്ഞു കൊടുത്തതുപോലെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട് അല്ലേ. പക്ഷേ ആരും വഴി കാണിച്ചു കൊടുത്തതായിട്ട് തോന്നുന്നില്ല. അവിടെയുള്ള മരങ്ങളെല്ലാം എന്താ ചെയ്യുന്നത്? മൗനമായിട്ട് നിൽക്കുകയാണ്. മൗന ഗഡേഹേ സബ് തരുഗൺ, എല്ലാ വൃക്ഷക്കൂട്ടങ്ങളും മൗനമായി നിൽക്കുന്നു. പിന്നെ ആരാണ് നിനക്ക് വഴി പറഞ്ഞു തരുന്നത്? അവിചൽ ചൽ, അവിചൽ ചൽ, അവിചൽ ചൽ എന്ന് പറഞ്ഞാല് തടസ്സമില്ലാതെ ഒഴുകുക. അവിചൽ ചൽ, തടസ്സമില്ലാതെ, അതായത് നിർത്താതെ ഒഴുകുക. തടസ്സമില്ലാതെ എന്നല്ല, നിർത്താതെ എങ്ങനെ ഒഴുകിക്കൊണ്ടേ നിൽക്കുക. അവിചൽ ചൽ, നിർത്താതെ ഒഴുകിക്കൊണ്ടേ നിൽക്കുന്ന. ജലുക്കാ ചൽ ചൽ, ജലത്തിന്റെ, ചൽ ചൽ, ചൽ ചൽ എന്ന ശബ്ദം, ജലത്തിന്റെ ചൽ ചൽ എന്ന ശബ്ദം, വെള്ളം അങ്ങനെ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഗിരിപ്പർ, ഗിരിപ്പർ, ഗിരി പറഞ്ഞ പർവ്വതം, ഗിരിപ്പർ പർവ്വതത്തിൽ നിന്ന്, ഗിരി ഗിരിക്കർ പതിച്ച് പതിച്ച് താഴേക്ക്, ഗിർന പറഞ്ഞ വീഴുക, അപ്പൊ ഗിരി ഗിരിക്കർ പറഞ്ഞ താഴോട്ടേക്ക് വീണ് വീണ്, പർവ്വതത്തിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ പതിച്ചിട്ട്, കള സ്വരം, എന്ത് സ്വരമാണ് ഉണ്ടാക്കുന്നത്? കള സ്വരം, കള ശബ്ദം ഉണ്ടാക്കുന്നു. കള ശബ്ദത്തോടെ, കള ശബ്ദത്തോടെ പർവ്വതം മുകളിൽ നിന്നും താഴോട്ടേക്ക് ഇങ്ങനെ വെള്ളം പതിക്കുകയാണ്. പൽ പൽ, പൽ പറഞ്ഞ നിമിഷം, പൽ പലുമേം ഓരോ നിമിഷത്തിലും, പ്രേമിക്കേ മനമേം പ്രേമിയുടെ മനസ്സിൽ, ഗൂഞ്ചേ, ഗൂഞ്ച പറഞ്ഞ മുഴങ്ങുക, മുഴങ്ങട്ടെ, ഓ വിരഹി നിർജർ, അല്ലയോ വിരഹിയായ വെള്ളച്ചാട്ടമേ. എന്താണ് കവി പറയുന്നത്? നിർത്താതെ ഒഴുകുന്ന നിന്റെ ജലത്തിന്റെ ചലചല ശബ്ദം, പർവ്വതങ്ങളിൽ നിന്ന് പതിച്ച് പതിച്ച് കളകള ശബ്ദത്തോടെ ഓരോ നിമിഷവും പ്രിയന്റെ മനസ്സിൽ മുഴങ്ങട്ടെ. നീ ഒഴുകി വരുന്ന ആ ശബ്ദം പ്രിയന്റെ മനസ്സിൽ ഓരോ നിമിഷവും ഇങ്ങനെ മുഴങ്ങട്ടെ. ഓ വിരഹിയായ വെള്ളച്ചാട്ടമേ, അല്ലയോ വിരഹിയായ വെള്ളച്ചാട്ടമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതായത് ശ്രീ രാംകുമാർ വർമ്മ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിർജർ എന്ന കവിത, നിർജർ എന്ന കവിത, ജർന അരുവി വെള്ളച്ചാട്ടം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പറയുന്ന ഈ കവിത വിരഹിണിയായിട്ടുള്ള ഒരു പ്രേമിയെയാണ് ഇവിടെ പറയുന്നത്. അത് ഉയർന്ന പർവ്വതത്തിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ പതിച്ച് വനങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിർജർ, അതായത്
ഈ അരുവി അതിൻ്റെ മധുരകരമായിട്ടുള്ള മധുരകരമായിട്ടുള്ള ഗാനം ഇങ്ങനെ പ്രിയനെ കേൾപ്പിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? അന്വേഷിക്കുകയാണ്, പ്രിയനെ അന്വേഷിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒഴുക്കിൽ, അതിൻ്റെ മാർഗത്തിൽ, പ്രിയനെ അന്വേഷിച്ച് പോകുന്ന ആ മാർഗത്തിൽ, വഴിയിൽ പല തടസ്സങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലേ? അത് കല്ലുകളൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നു. എന്നിട്ട് കൂടി അതിൻ്റെ ഒരു നിമിഷ നേരത്തേക്ക് നിന്നിട്ട് വീണ്ടും അത് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഇതിൽ കവി പറയാൻ ഉദ്ദേശിച്ചു സന്ദേശം നൽകുന്നത്, ജീവിതത്തിൽ എത്ര തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും നമ്മുടെ ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കും? നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും എന്നാണ് കവി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ കവിത നന്നായിട്ട് വായിച്ച് പഠിക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആസ്വാദന ടിപ്പണിയും അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസറും കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യനും ഒക്കെ നോക്കാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.